കുട്ടികൾ കണ്ടമാനം മേക്കപ്പിന്റെ ആൾക്കാർ, ചുണ്ടും ചിരിയും ചോപ്പിക്കാത്ത കുട്ടികളേ ഇല്ല. എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണേ, അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മളെ ഫൗണ്ടേഷൻ ഇട്ടുകാടി എത്ര ഐറ്റം പൗഡറുകൾ ഇട്ട് നല്ല റോസാപ്പൂവിൻ്റെ കളറാക്കി നമ്മുടെ വീട്ടിൽ നമ്മൾ ഇറങ്ങുന്ന മക്കൾ നാളെ മാശറയിൽ നരകം അവിടെ മുഖത്തെ അങ്ങ് കരിച്ച് തിന്ന് കളയും. പട്ടിവിടെ മുഖത്തെ തൊലി ഉരിച്ചാൽ ഏത് രൂപം പല്ലിടിച്ച് നിൽക്കുന്നുവോ അതുപോലെ നമ്മുടെ മക്കൾ പല്ലിടിച്ച് നിൽക്കുന്നത് നരകത്തിൽ നമ്മൾ കാണേണ്ടി വരും. ശ്രദ്ധിക്കണം, നമ്മൾ നരകം മുഖത്തെയാണല്ലോ സൗന്ദര്യം കൂട്ടിയത്. ആ മുഖത്തെ നരകം കാർന്ന് തിന്ന് കരിച്ചു കളഞ്ഞിട്ട് ഈ താടിയെല്ലും ഈ മുഖത്തെ എല്ലും നെറ്റിയുടെ എല്ലുമായി പല്ലിടിച്ച് ഒരു തീപ്പൊള്ളലേറ്റാൽ പോലും നമ്മൾ പല്ലിടിച്ചാൽ ശരീരം ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കണോ, ഒരു പൊള്ളൽ നമ്മുടെ മുഖത്ത് വന്നാൽ നേരെ ഈ പല്ലാകാണ്. ആ പല്ലിടിച്ചവരായിരിക്കും നമ്മൾ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, സമയമായി എന്ന് തന്നിട്ടുണ്ട്. 4 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 1, നിങ്ങളുടെ റൂഹ് പിരിയുമ്പോൾ ആരുണ്ട് സഹായി എന്നുള്ള ആ ഒരു വേദന നമുക്കുണ്ടാകണം. 4 സമയം മനുഷ്യൻ മടക്കം ചോദിക്കും. റൂഹ് പിരിയുമ്പോൾ ഒന്ന് നന്നാവായിരുന്നു, ഇനിമേലാൽ ഈ പൗഡറില്ല, ഇനിമേലാൽ ഈ ലിപ്സ്റ്റിക് ഇല്ല, ഇനിമേലാൽ ഈ മക്കന ധരിക്കാതെ ഞാൻ നടക്കുകയില്ല. അല്ലാ റബ്ബി ഇർജിഊൻ, ഒന്ന് മടക്ക് റബ്ബേ. മടക്കൂല പ്രിയപ്പെട്ടവരെ. ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, ഖബർ ശിക്ഷിക്കപ്പെടുമ്പോൾ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോവാ, റബ്ബേ ഒന്ന് മടങ്ങി വരാമെന്ന്. 3ാമതായി വിചാരണക്ക് നിൽക്കുമ്പോൾ, പടച്ചവനെ റബ്ബനാ ഞങ്ങളുടെ നാഥ, റബ്ബനാ അബ്സ്വർനാ വസ്മിഅനാ, സൂറത്ത് സജ്ദ ഓതുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ആയത്തുകളൊക്കെ. പടച്ചവനെ ഒന്ന് മടക്ക് റബ്ബേ എന്ന് അവിടെയും നമ്മൾ പറയും. മടക്കൂല പ്രിയപ്പെട്ടവരെ. നരകത്തിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ റബ്ബനാ ഖരിജിനാ, പടച്ചവനെ പുറത്ത് കിടക്ക് റബ്ബേ എന്ന് പറയും. ഓർക്കുക, നമ്മൾ ഈ 4 സംഭവം നമുക്ക് വരാനുള്ളതാണ്. അതുകൊണ്ട് കർമ്മങ്ങൾ നന്നാക്കുവാൻ ഒരിറ്റു വെള്ളത്തിന് വേണ്ടി യാചിക്കുന്ന ലോകമാണ് നരകം. സ്വർഗത്തിൽ പോയവരോട് നരകവാസികൾ ചോദിക്കുകയാണ്, ഒരിറ്റു വെള്ളം തരുമോ, ഒരിറ്റു വെള്ളം ഞങ്ങളുടെ ശരീരത്തിലേക്ക് ഒന്ന് ഒറ്റിച്ചു തരുമോ? മിമ്മാർ റസഖക്കുമുള്ള, സ്വർഗവാസികളെ നിങ്ങൾക്ക് തിന്നാനും ഭക്ഷിക്കാൻ കിട്ടിയതിൽ നിന്ന് ഞങ്ങൾക്കും ഒന്ന് തരുമോ എന്ന് ചോദിക്കുമ്പോൾ പെറ്റ ഉമ്മ കരയുമ്പോൾ മകൻ പറയുന്ന വാക്കാണ് ഇന്നല്ലാഹ ഹറമഹു അലൽ കാഫിരീൻ, നിഷേധിയായ ഉമ്മ തള്ളയെ നിങ്ങൾക്കിത് ഹറാമാണ് എന്ന്. മകൻ ചോദിച്ചാൽ നമ്മൾ പറയും, എടാ തമ്മാടിയായി ജീവിച്ചവനെ, നിനക്കിത് ഹറാമാണ്, ഇത് നിനക്ക് തരാൻ പറ്റില്ല. ഈ ലോകത്ത് ഞാനും നിങ്ങളും നമ്മുടെ മക്കൾ ഒരു ഭക്ഷണ സാധനം ചോദിച്ചാൽ അന്നനാളത്തിലൂടെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ വിരലിട്ട് മാറ്റി കൊടുക്കുന്നവരാ നമ്മൾ, അല്ലേ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക, മക്കൾ എന്ന് പറയുന്നത് നമുക്ക് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, ഈ ലോകത്തിൻ്റെ അലങ്കാരമാണ്. എന്നാൽ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല, നിങ്ങൾക്ക് നാളെ മാശറയിൽ കൂലിയും പ്രതിഫലവും സ്വർഗവും കിട്ടണമെങ്കിൽ നിങ്ങളുടെ അമൽ തന്നെ വേണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്.